ലുലു ഗ്രൂപ്പിലേക്ക് 100-ലധികം ജോലി ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് 10ാം ക്ലാസ് പാസ്സായത് മുതലുള്ള +2 ഡിഗ്രി അങ്ങനെ ഏത് യോഗ്യതയുള്ളവർക്കും തന്നെ അപേക്ഷിക്കാൻ കഴിയുന്ന 100-ലധികം ഒഴിവുകളാണ് ഇപ്പോൾ ലുലു ഗ്രൂപ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ കേരളത്തിലെ ലുലു ഗ്രൂപ്പുകളിലേക്കാണ് ഈ ഒരു വേക്കൻസികൾ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്ന്. ശേഷം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കാം. സൂപ്പർവൈസർ, സെക്യൂരിറ്റി സൂപ്പർവൈസർ, CCTV ഓപ്പറേറ്റർ, മെയിൻ്റനൻസ് സൂപ്പർവൈസർ, HVAC ടെക്നീഷ്യൻ, മൾട്ടി ടെക്നീഷ്യൻ, സോസ് ഷെഫ്, സ്റ്റോർ കീപ്പർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സെയിൽസ്മാൻ, സെയിൽസ് വുമൺ, സീനിയർ സെയിൽസ്മാൻ, സീനിയർ സെയിൽസ് വുമൺ, ക്യാഷ്യർ, റൈഡ് ഓപ്പറേറ്റർ, കോമി, CDP, DCDP, ബുച്ചർ, ഫിഷ് മോങ്ങർ, ഹെൽപ്പർ, പാക്കർ, ബയ്യർ എന്നീ വിഭാഗങ്ങളിലേക്കായിട്ടാണ് ഇപ്പോൾ 100-ലധികം ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഓരോ വിഭാഗത്തിലേക്കും വേണ്ട യോഗ്യത അടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ്. ക്യാഷ്, ചിൽഡ് ആൻഡ് ഡയറി, ഹോട്ട് ഫുഡ്, ഗ്രോസറി, ഫുഡ് ആൻഡ് നോൺ ഫുഡ്, ബേക്കറി, റോസ്റ്ററി, ഹൗസ് കീപ്പിംഗ്, ഹൗസ് ഹോൾഡ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മൊബൈൽസ്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, മെൻസ് ആൻഡ് ലേഡീസ് കിഡ്സ് വിഭാഗങ്ങളിലേക്കായിട്ടാണ് സൂപ്പർവൈസർമാർ നിയമിക്കുന്നത്. അതാത് വിഭാഗത്തിൽ മിനിമം 1 വർഷം മുതൽ 7 വർഷം വരെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സെക്യൂരിറ്റി സൂപ്പർവൈസർ, ഓഫീസർ, CCTV ഓപ്പറേറ്റർ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ 1 വർഷം മുതൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. വ്യക്തമായ പ്രവൃത്തി പരിചയം ഉള്ളവർക്കായിരിക്കും ഈ വകുപ്പിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത പോസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ അടുത്ത വേക്കൻസികൾ മെയിൻ്റനൻസ് സൂപ്പർവൈസർ, HVAC ടെക്നീഷ്യൻ, മൾട്ടി ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക്. ഈ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് MEPയിൽ കൃത്യമായ അറിവും ഇലക്ട്രിക്കൽ ലൈസൻസും ഉണ്ടായിരിക്കണം. BTech അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അപേക്ഷകർക്ക് 4 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 4 വർഷം മുതലുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 3 അല്ലെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയില്ല. അടുത്ത പോസ്റ്റ് സോസ് ഷെഫ് പോസ്റ്റിലേക്കാണ്. ബന്ധപ്പെട്ട മേഖലയിൽ BHM അല്ലെങ്കിൽ 4 മുതൽ 8 വർഷം വരെയുള്ള വ്യക്തമായ പ്രവൃത്തി പരിചയമുള്ളവരെയാണ് സോസ് ഷെഫ് പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. സ്റ്റോർ കീപ്പർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ബിരുദമാണ്. അതോടൊപ്പം തന്നെ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിഭാഗത്തിൽ 1 മുതൽ 2 വർഷം വരെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. മാനേജ്മെൻറ്റ് ട്രെയിനി പോസ്റ്റിലേക്ക് MBA ബിരുദം നിർബന്ധമാണ്. പ്രവൃത്തി പരിചയം ഇല്ലാത്തവർക്കും ഈ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് MBA ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, യോഗ്യതയുണ്ടെങ്കിൽ, ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും മാനേജ്മെൻറ്റ് ട്രെയിനി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഷോപ്പിംഗ് മാൾ പോസ്റ്റിലേക്ക് അപേക്ഷകർക്ക് MBA ബിരുദത്തോടൊപ്പം 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയം ഇല്ലാത്തവരെയും പരിഗണിക്കുന്നുണ്ട്. എന്നാൽ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് നല്ല രീതിയിലുള്ള ഒരു മുൻഗണന ഉണ്ടായിരിക്കും. സെയിൽസ്മാൻ, സെയിൽസ് വുമൺ പോസ്റ്റുകളിലേക്ക് SSLC വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരിക്കണം. ഈ വിഭാഗത്തിലേക്ക് പ്രവൃത്തി പരിചയം ഇല്ലാത്തവർക്കും ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. സീനിയർ സെയിൽസ്മാൻ അല്ലെങ്കിൽ സീനിയർ സെയിൽസ് വുമൺ പോസ്റ്റിലേക്ക് സീനിയർ സെയിൽസ്മാൻ അല്ലെങ്കിൽ സീനിയർ സെയിൽസ് വുമൺ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ടെക്സ്റ്റൈൽസ് മേഖലയിൽ ഏറ്റവും കുറഞ്ഞത് 4 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 22 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് പ്രായപരിധി. ടെക്സ്റ്റൈൽസ് മേഖലയിൽ തന്നെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. മറ്റു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ സെയിൽസ്മാനായിട്ട് അല്ലെങ്കിൽ സെയിൽസ് വുമനായിട്ട് മറ്റു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ ഇതിലേക്ക് പരിഗണിക്കില്ല. ടെക്സ്റ്റൈൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ക്യാഷ്യർ പോസ്റ്റിലേക്ക് +2 അല്ലെങ്കിൽ അതിലേറെയോ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെയാണ് പരിഗണിക്കുന്നത്. പ്രവൃത്തി പരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. റൈറ്റ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷകർക്ക് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിപ്ലോമ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയം ഉള്ളവരെയും ഇല്ലാത്തവരെയും ഒരുപോലെ ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നുണ്ട്. 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി വന്നിട്ടുള്ളത്. അടുത്ത പോസ്റ്റ് വന്നിട്ടുള്ളത് കോമി, CDP, DCDP പോസ്റ്റുകളിലേക്കാണ്. സൗത്ത് ആൻഡ് നോർത്ത് ഇന്ത്യൻ, കോണ്ടിനെൻ്റൽ, ചൈനീസ്, അറബിക്, ബേക്കർ, ബ്രോസ്റ്റഡ് മേക്കർ, ഷവർമ മേക്കർ, സാൻഡ്വിച്ച് മേക്കർ, പിസ്സ മേക്കർ, ജ്യൂസ് മേക്കർ, ബിരിയാണി സ്പെഷ്യലിസ്റ്റ്, ട്രഡീഷണൽ സ്നാക്സ് മേക്കർ തുടങ്ങിയ വിഭാഗങ്ങളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇവിടെ പ്രായപരിധിയോ വിദ്യാഭ്യാസ യോഗ്യതയോ പറഞ്ഞിട്ടില്ല.
എക്സ്പീരിയൻസ് ആണ് മുഖ്യം. എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ പരിഗണിക്കുന്നത്. 2 വർഷത്തിൽ കൂടുതൽ, അതായത് പോസ്റ്റുകളിൽ 2 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അടുത്ത പോസ്റ്റ് വന്നിട്ടുള്ളത് ബുച്ചർ ആൻഡ് ഫിഷ് മോങ്ങർ പോസ്റ്റിലേക്കാണ്. ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം, 2-ൽ കൂടുതൽ വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഹെൽപ്പർ പാക്കർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രവൃത്തി പരിചയം ആവശ്യമില്ല. ഫ്രഷേഴ്സിനെ പരിഗണിക്കും, എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. പക്ഷേ പ്രായപരിധിയുണ്ട്. 20-നും 40-നും ഇടയിലാണ് പ്രായപരിധി വരുന്നത്. 20-ന് താഴെയുള്ളവരെയും 40-ന് മുകളിലുള്ളവരെയും ഈ ഒരു ഹെൽപ്പർ പാക്കർ പോസ്റ്റുകളിലേക്ക് പരിഗണിക്കില്ല. അവസാനത്തെ വേക്കൻസി ബയ്യർ പോസ്റ്റിലേക്കാണ്. ഈ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ബിരുദമായിരിക്കണം. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ ബയ്യർ പോസ്റ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. റീറ്റെയിൽ രംഗത്ത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. റീറ്റെയിൽ ഫീൽഡിൽ നിങ്ങൾക്ക് ബയ്യറായിട്ട് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. മറ്റു ഡീറ്റെയിൽസ് വയസ്സ് കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിച്ചു. ഇനി ഇൻ്റർവ്യൂ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ജനുവരി 19-ന് തലശ്ശേരിയിലെ ഗവൺമെൻറ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അഭിമുഖങ്ങൾ നടക്കുന്നത്. ബ്രണ്ണൻ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ തന്നെ KPCC പ്രസിഡന്റ് കെ സുധാകരനെല്ലാം പഠിച്ചിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിലാണ് അഭിമുഖം നടക്കുന്നത്. രാവിലെ 10 മണി മുതൽ 3 വരെ, വൈകിട്ട് 3 വരെയാണ് ഈ ഒരു അഭിമുഖം നടക്കാൻ പോകുന്നത്. നിയമനങ്ങൾക്കായിട്ട് ലുലു ഉദ്യോഗാർത്ഥികളിൽ നിന്നും യാതൊരു ഫീസും ഈടാക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിനു മുന്നേ ഏതെങ്കിലും ചാനലിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ രജിസ്ട്രേഷൻ ഫീ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ രജിസ്ട്രേഷൻ ഫീയോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. തീർത്തും ഫ്രീ ആണ് ഇൻ്റർവ്യൂ. അഭിമുഖത്തിന് യാതൊരു തരത്തിലുള്ള ഫീസോ മറ്റോ കാര്യങ്ങളോ ലുലു വാങ്ങുന്നില്ല. ലുലു ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്നും നിയമനങ്ങൾക്ക് യാതൊരു ഫീസും ഈടാക്കുന്നില്ലെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അഭിമുഖവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ലുലു ഗ്രൂപ്പ് ഇന്ത്യയിൽ ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ലുലു ഇന്ത്യയുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് careers@luluindia.com എന്ന ഇമെയിലിലോ 97 78 69 17 25 എന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു ഈ ഒരു വീഡിയോയിൽ പല വേക്കൻസികളിലേക്കും ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് കാര്യങ്ങൾ, പ്രായപരിധി കാര്യങ്ങൾ പറയുന്നില്ല. 3 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-4 പോസ്റ്റുകളിലേക്കാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. മറ്റു വേക്കൻസികളിലേക്ക് പ്രായപരിധി പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇമെയിൽ ID careers@luluindia.com എന്ന ഇമെയിൽ IDയിലോ 97 78 69 17 25 എന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർക്കാവുന്നതാണ്. അപ്പോൾ ഓർക്കുക, ജനുവരി 19-ന് തലശ്ശേരിയിലെ ഗവൺമെൻറ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 വരെ ആയിരിക്കും അഭിമുഖം നടക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ, യോഗ്യതയുള്ളവർ പരമാവധി ഈ ഒരു അവസരം മുതലാക്കാൻ ശ്രമിക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ നിങ്ങളും ജോലി നേടാൻ ശ്രമിക്കുക.